ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോണത് ബി.ടെക് S4 ഈസി സിവിൽ ട്രിപ്ലി മെക്ക് എൻ്റെ മൊഡ്യൂൾ 5 ആണ് നമ്മൾ പഠിക്കാൻ പോണത്. ന്യൂമറിക്കൽ മെത്തേഡ് MAT 201 204 ഇത് വരുന്നത്. അതിൽ മൊഡ്യൂൾ 5 വരുന്ന ടോപ്പിക്സ് ആണ് ഈ എഴുതിയേക്കുന്നത്. ജാക്കോബി മെത്തേഡ്, ഗോസ് സീഡൽ മെത്തേഡ്, കർവ് ഫിറ്റിംഗ് തന്നെ സ്ട്രെയിറ്റ് ലൈൻ്റെതും വരുന്നുണ്ട്, പാരാബോളയുടേതും വരുന്നുണ്ട്. ദെൻ ഓയിലർ മെത്തേഡ്, ദെൻ റുഞ്ചുക്കുട്ട മെത്തേഡ്, അതിന് മോഡിഫൈഡ് ഓയിലർ മെത്തേഡ് എന്നാണ് പറയുന്നത്. നമ്മൾ ഷോർട്ടാക്കി RK മെത്തേഡ് എന്ന് പറയും കേട്ടോ. പിന്നെ അതിൽ തന്നെ ഈ RK മെത്തേഡിൽ സെക്കൻഡ് ഓർഡറും വരുന്നുണ്ട്, ഫോർത്ത് ഓർഡറും വരുന്നുണ്ട്. ലാസ്റ്റ് ആദം മൗൾട്ടൺ പ്രെഡിക്റ്റർ കറക്റ്റഡ് മെത്തേഡ്. ഇങ്ങനെ 6 മെത്തേഡുകളാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു PDF-ൻ്റെ തുടക്കത്തിൽ കാണിച്ചേക്കുന്ന എല്ലാം ഈ മെത്തേഡുകളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരുന്ന പ്രൊസീജിയറാണ് കാണിച്ചേക്കുന്നത്. അപ്പം ഇത് വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ മൊഡ്യൂൾ 5 കയറുകയാണ്. മൊഡ്യൂൾ 5 ഫസ്റ്റ് വരുന്നത് ജാക്കോബി മെത്തേഡാണ് ഞാനിവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. അതിനകത്ത് ഒരു പ്രോബ്ലം ചെയ്ത് തന്നെ പഠിപ്പിക്കാം. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. കൺസിഡർ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ 20x + y - 2z = 17. അതുപോലെ തന്നെ 3x + 20y - z = -18, 2x - 3y = 20z. ഇത് എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഫസ്റ്റ് നമുക്ക് തരുന്ന ക്വസ്റ്റ്യനെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഡയഗണലി ഡോമിനൻ്റ് ഫോമിൽ അറേഞ്ച് ചെയ്യണം. അതായത് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡയഗണലി ഡോമിനൻ്റ് ഫോമിലാണോ കിടക്കുന്നതെന്ന് നോക്കുക. അതായത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഞാനൊരു ഡയഗണൽ വരയ്ക്കുകയാണെങ്കിൽ ആ എലമെൻറ്റ്സ് ആയിരിക്കണം ആ ഒരു കൂട്ടത്തിലെ ഏറ്റവും വലിയ കോഎഫിഷ്യൻറ്റ്. അതായത് ഞാനിപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഇക്വേഷൻ എടുത്താൽ ഫസ്റ്റ് ഇക്വേഷനിലെ ഫസ്റ്റ് ആളുടെ കോഎഫിഷ്യൻ്റ് ആയിരിക്കണം വലുത്. രണ്ടാമത്തെ ഇക്വേഷൻ എടുത്താൽ രണ്ടാമത്തെ ഇക്വേഷൻ്റെ രണ്ടാമത്തെ കോഎഫിഷ്യൻ്റ് ആയിരിക്കണം വലുത്. മൂന്നാമത്തെ ഇക്വേഷൻ എടുത്താൽ മൂന്നാമത്തെ ഇക്വേഷൻ്റെ മൂന്നാമത്തെ കോഎഫിഷ്യൻ്റ് ആയിരിക്കണം വലുത്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിനെ മറ്റൊരു രീതിയിലും കൂടെ റെപ്രസെൻറ്റ് ചെയ്യാം. അതെന്ന് പറയുന്നത് ഞാനിവിടെ ആദ്യം കാണിച്ച ആ ഒരു ഇതിൽ കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് തരുന്ന മെത്തേഡിനെ ഇതുപോലെ നമുക്ക് 3 ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഇക്വേഷനിൽ A, രണ്ടാമത്തെ ഇക്വേഷനിൽ F, മൂന്നാമത്തെ ഇക്വേഷനിൽ K, അത് ഈ രീതിയിലായിരിക്കണം വരേണ്ടത്. അതായത് ആദ്യത്തെ ഇക്വേഷൻ്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 2 മോഡുലസ് ആഡ് ചെയ്താലും അതായിരിക്കണം കൂടി നിൽക്കേണ്ടത്. അതുപോലെ രണ്ടാമത്തതിലെ രണ്ടാമത്തെ കോഎഫിഷ്യൻ്റ് ആയിരിക്കണം മറ്റു 2 കോഎഫിഷ്യൻ്റ് മോഡുലസിനെക്കാളും കൂടി നിൽക്കേണ്ടത്. അതുപോലെ മൂന്നാമത്തത് എടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ കോഎഫിഷ്യൻ്റിൻ്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് രണ്ടിൻ്റെ മോഡുലസിൻ്റെ സബിനേക്കാൾ കൂടുതലായിരിക്കണം. ഈ ഒരു രീതിയിലായിരിക്കണം ഞാൻ എന്ത് ചെയ്യേണ്ടത്, എൻ്റെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനെ അറേഞ്ച് ചെയ്യേണ്ടത്. മിക്കവാറും ക്വസ്റ്റ്യനുകളിൽ അത് അങ്ങനെ തരും, എന്നാൽ ആ ഓർഡറിൽ തരാത്ത ക്വസ്റ്റ്യനും ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ ഈ ക്വസ്റ്റ്യനകത്ത് ആദ്യത്തെ ഇക്വേഷനിൽ ആദ്യത്തെ ആളാണ് വലുത്, രണ്ടാമത്തെ ഇക്വേഷനിൽ രണ്ടാമത്തെ ആളല്ല വലുത്, പകരം മൂന്നാമത്തെ ആളാണ് വലുത്. അതുപോലെ മൂന്നാമത്തെ ഇക്വേഷനിൽ രണ്ടാമത്തെ ആളാണ് വലുത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആദ്യത്തെ ഇക്വേഷൻ അങ്ങ് എഴുതുക. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഇതിനെ ഞാൻ ഒന്നാമത്തെ ഇക്വേഷനായിട്ട് തന്നെ വിളിക്കണം. രണ്ടാമത്തെ ഇക്വേഷനിൽ ആരായിരിക്കണം വരുന്നത്? രണ്ടാമത്തെ കോഎഫിഷ്യൻ്റ്. അപ്പോൾ രണ്ടാമത്തെ കോഎഫിഷ്യൻ്റ് വലുതായിട്ടുള്ള ഇക്വേഷൻ എടുത്ത് രണ്ടാമതങ്ങ് എഴുതുക. മൂന്നാമത്തെ കോഎഫിഷ്യൻ്റ് വലുതായിട്ടുള്ള ഇക്വേഷൻ എടുത്ത് മൂന്നാമത് എഴുതുക. ഇപ്പോൾ ഇതെന്തായി? ഡയഗണലി ഡോമിനൻ്റായി. ഒന്നാമത്തെ ആൾ വലുത്, രണ്ടാമത്തെ ആൾ വലുത്, മൂന്നാമത്തെ ആൾ വലുത്. അപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഡയഗണലിൽ വരുന്ന എലമെൻറ്റ്സ് എന്തായിരിക്കും? വലിയ കോഎഫിഷ്യൻ്റ് ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ എടുക്കുകയാണ്. ഇത് ക്വസ്റ്റ്യൻ ഡയഗണലി ഡോമിനൻ്റ് ഫോമിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യനിൽ ഒന്നും മാറ്റം വരുത്തില്ല. ആ ക്വസ്റ്റ്യൻ തന്നെ ഒന്നും കൂടെ എടുത്ത് എഴുതത്തേ ഉള്ളൂ. അതാണ് സ്റ്റെപ്പ് 1. രണ്ടാമത് എനിക്ക് ഈ ക്വസ്റ്റ്യനിലുള്ള വേരിയബിൾസിൻ്റെ വാല്യൂ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഇതിലാരൊക്കെയാണ് ഉള്ളത്? എക്സ്, വൈ, ഇസഡ് ആണുള്ളത്. അപ്പോൾ എനിക്ക് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം, y = എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കണ്ടുപിടിക്കണം, z = എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. എനിക്ക് ഈ ഇക്വേഷനിൽ ഏത് ഉപയോഗിച്ച് വേണമെങ്കിലും എനിക്ക് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അതായത് ഇവിടെ നിന്ന് എനിക്കൊരു എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ 2x ഇവിടെ ഇട്ടിട്ട് ബാക്കിയുള്ളതിനെല്ലാം അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ 25 - 3y + 2z. പിന്നെ ഈ ഒരു 2x നിന്ന് എക്സ് കണ്ടുപിടിക്കാനാണെങ്കിൽ ഇത് ഹോൾ ഡിവൈഡ് ബൈ 2 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് ഈ ഇക്വേഷൻ x = കിട്ടും. അങ്ങനെ എനിക്ക് ഏത് ഇക്വേഷൻ വേണമെങ്കിലും കണ്ടുപിടിക്കാം അല്ലേ? പക്ഷേ നമ്മൾ ഈ മെത്തേഡ് ചെയ്യുമ്പോൾ
നമുക്ക് എക്സും വൈയും ഇസഡും ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഏത് എക്സ് ആണോ ഡയഗണലി ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്, ഏത് വൈ ആണോ ഡയഗണലി ഡോമിനൻ്റ് ആയിട്ട് ഇരിക്കുന്നത്, ഏത് ഇസഡ് ആണോ ഡയഗണലി ഡോമിനൻ്റ് ആയിരിക്കുന്നത്, ആ ഇസഡുകൾ വേണം, അല്ലെങ്കിൽ ആ വൈകൾ വേണം, അല്ലെങ്കിൽ ആ എക്സുകൾ വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ എക്സ് ഏത് ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കണം? ഒന്നാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ച് മാത്രമേ ആദ്യത്തെ കോഎഫിഷ്യൻറ്റ് വേരിയബിൾ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ ഈ ഇവിടെ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ ഇവിടെ നിന്ന് ബാക്കിയുള്ളതിനെല്ലാം അങ്ങ് അപ്പുറത്ത് കൊടുത്തിട്ട് 20 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വൈ കണ്ടുപിടിക്കാൻ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, ഇതേ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ വൈ നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം അപ്പുറത്ത് കൊണ്ടുപോയി ബൈ 20 കൊടുക്കുക. അതാണ് ഞാനിവിടെ നോട്ട് ചെയ്തേക്കുന്നത്. കണ്ടോ, ഈ ബൈ 20 കൊടുക്കുന്നതിന് പകരമാണ് 1/20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് തന്നേക്കുന്ന ഈ ഓരോ എക്സുകളുടെയും വൈകളുടെയും ഇസഡുകളുടെയും വാല്യൂ 0 ആക്കുക. അതാണ് ഫസ്റ്റ് 0th ഐട്രേഷൻ എന്ന് പറയുന്നത്. 0th ഐറ്ററേഷൻ എന്ന് പറയുന്നത് ഈ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ എന്താക്കി കൊടുക്കണം? 0 ആക്കി കൊടുക്കണം. പിന്നെ നമുക്ക് ഐട്രേഷൻ വരുമ്പോൾ നൊട്ടേഷൻ കൊടുക്കാനായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് x0 y0 z0 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ x0 y0 z0 എന്നിങ്ങനെ മുകളിൽ കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഇതേ പ്രിഫർ ചെയ്യൂ. കാര്യം നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൽ ചോദിച്ചിരിക്കുന്നത് x1 y1 z1 ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചോദിച്ചേക്കുന്നത് x1 x2 x3 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾ വീണ്ടും താഴെ തന്നെ ഐട്രേഷനും നൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ മുകളിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ സീൻ വരത്തില്ല, നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങും അതിനെ എഴുതാൻ പറ്റും. മനസ്സിലായോ? അതുകൊണ്ടാണ് ആ മുകളിൽ നൊട്ടേഷൻ കൊടുക്കാൻ പറയുന്നുള്ള കാര്യം. അപ്പോൾ അതാ നോക്കിയേ, ഈ ക്വസ്റ്റ്യനകത്ത് ഞാൻ ഫസ്റ്റ് 0th ഐട്രേഷൻ, അത് ഹെഡിങ് എഴുതണം കേട്ടോ. 0th ഐട്രേഷൻ എക്സ് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു എന്ന് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. x0 ഈക്വൽ ടു 0, y0 ഈക്വൽ ടു 0, z0 ഈക്വൽ ടു 0 എന്ന് എഴുതുക. രണ്ടാമത് എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഫസ്റ്റ് ഐട്രേഷൻ എഴുതണം. ഫസ്റ്റ് ഐട്രേഷൻ എങ്ങനെ എഴുതും? നമുക്ക് തന്നേക്കുന്ന, നമ്മളിപ്പോൾ എക്സിന് വൈക്ക് ഇസഡിന് ഓരോ ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ, ആ ഇക്വേഷൻ അതുപോലെ എടുത്ത് എഴുതണം. എഴുതുമ്പോഴത്തേക്ക് നമുക്ക് ഇതാ നോക്കിയേ, എക്സും വൈയും, ഒരു സെക്കൻഡ്, അപ്പോൾ അതാ നോക്കിയേ, നമുക്ക് എക്സും വൈയും ഇസഡും ആണ് എടുത്ത് എഴുതേണ്ടത്. അപ്പോൾ ഇതേപോലെ ഇക്വേഷൻ എന്ത് ചെയ്യുക? ആദ്യം ഒന്ന് എടുത്തെഴുതുക. ഇവിടെ എടുത്തെഴുതണേ. ഇവിടെ എടുത്തെഴുതുമ്പോഴത്തേക്ക് വൈ എന്ന് കൊടുത്തിട്ടില്ലേ, അതിനാരെന്ന് കൊടുക്കണം? y0 എന്ന് കൊടുക്കണം. ഇസഡ് എന്ന് എടുത്ത് എഴുതിയില്ലേ, അതിന് z0 എന്ന് കൊടുക്കണം. ഇവിടെ എക്സിന് x0, ഇസഡിന് z0, അതുപോലെ ഇവിടെയും x0 y0 കൊടുക്കുക. ഇവിടെ ഞാൻ എന്താണെന്ന് അറിയാം, ഇവിടെ ഇട്ട് കാണിച്ചത്, ഇവിടെ ഞാൻ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എഴുതിയേക്കുന്നതുകൊണ്ട് y0 0 z0 0 അങ്ങനെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഞാൻ കാണിച്ചു തന്നത് കേട്ടോ. നിങ്ങളതൊന്നും കൂടെ എടുത്ത് എഴുതിയിട്ട് വേണം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എഴുതിയിട്ട് ഇവിടെ ഈക്വൽ ടു ഇട്ട് ഇങ്ങോട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ ആൻസർ എഴുതിയാലും മതി. അപ്പോൾ നമുക്ക് ഒരു സെറ്റ് വാല്യൂ കിട്ടി. അതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഇനി നമ്മൾ ഇതേ പ്രൊസീജിയർ സെക്കൻഡ് ഐട്രേഷൻ ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എക്സിൻ്റെ ഇക്വേഷൻ അതുപോലെ എടുത്തെഴുതുക, വൈയുടെ ഇക്വേഷൻ അതുപോലെ എടുത്തെഴുതുക, ഇസഡിൻ്റെ ഇക്വേഷൻ അതുപോലെ എടുത്തെഴുതുക. അതിൽ എക്സ് എന്ന് പറഞ്ഞൊരു പൊസിഷൻ ഉണ്ടായിരുന്നല്ലോ, ഇതാ ഇവിടെ വൈ എന്ന് പറഞ്ഞൊരു പൊസിഷൻ, അവിടെ ആരെന്ന് കൊടുക്കണം? y1 എന്ന് കൊടുക്കണം. കാര്യം x0 ഉപയോഗിച്ച് ഞാൻ കണ്ടുപിടിച്ചത് x1 ആണ്. ഇനി അടുത്തത് ഞാൻ ഇപ്പോൾ കണ്ടുപിടിക്കാൻ പോണത് x2 y2 z2 ആണ്. അപ്പം ഞാൻ ഉപയോഗിക്കേണ്ടതൊക്കെ ആരെയാണ്? 1കളെയാണ്. അപ്പം ഞാനിവിടെ കൊടുക്കുന്ന ഇക്വേഷൻ സെയിം ഇക്വേഷൻ എഴുതുക. എല്ലാ വേരിയബിളിലും ഫസ്റ്റ് ഐട്രേഷനിൽ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? തൊട്ട് പ്രീവിയസ് ഐട്രേഷനിൽ എനിക്ക് എന്താണോ കിട്ടിയ ആ വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ എഴുതുക. ഇതേപോലെ തേർഡ് ഐട്രേഷൻ. ഈ പ്രോസസ്സ് എപ്പം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? ഞാനിപ്പോൾ തേർഡ് ഐട്രേഷൻ അല്ലെങ്കിൽ 4th ഐട്രേഷൻ വരെ എത്തി. ഇതുവരെ എനിക്ക് ഈ എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു ഇസഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് വേറെ എവിടെ എനിക്ക് ഒരുപോലെ വന്നില്ല. ഞാൻ 4th ഐട്രേഷൻ ചെയ്തപ്പം എനിക്ക് 3th ഐട്രേഷനിലെ എക്സും 4th ഐട്രേഷനിലെ എക്സും സെയിം ആയിട്ട് വന്നെന്ന് വിചാരിച്ചു. 3th ഐട്രേഷനിലെ വൈയും 4th ഐട്രേഷനിലെ വൈയും സെയിം ആയിട്ട് വന്നെന്ന് വിചാരിച്ചു. 3th ഐട്രേഷനിലെ ഇസഡും 4th ഐട്രേഷനിലെ ഇസഡും സെയിം ആയിട്ട് വന്നെന്ന് വെച്ചു. ഇങ്ങനെ ഇത് 3ഉം പരസ്പരം സെയിം ആയാൽ ഇവിടെ വെച്ച് നിർത്താം. അത് 4ഉം 3ഉം തന്നെ ഈക്വൽ ആവണമെന്നില്ല, 4ഉം 2ഉം ഈക്വൽ ആയാലും മതി. ഈ ക്വസ്റ്റ്യനിൽ നോക്കിയേ, ഈ ക്വസ്റ്റ്യനിൽ എനിക്കിതാ 5ാമത്തെയും 6ാമത്തെ ഐട്രേഷനിലുള്ള വാല്യൂസാണ് പരസ്പരം ഈക്വലായി വന്നേക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് നിർത്തിയിട്ട് കൺക്ലൂഷൻ എഴുതണം. ഇതിൽ ഞാൻ കൺക്ലൂഷൻ എഴുതിയിട്ടില്ല, നിങ്ങൾ പക്ഷേ കൺക്ലൂഷൻ എഴുതണം. എങ്ങനെ എഴുതണം? ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു ഇട്ട് ഈ ഒരേപോലെ റിപ്പീറ്റ് ചെയ്ത വാല്യൂ എഴുതുക. അപ് ടു എത്ര ഡെസിമൽ പ്ലേസിലാണ്? 4 ഡെസിമൽ പ്ലേസ്. അപ്പോൾ അപ് ടു 4 ഡെസിമൽ പ്ലേസ് എന്ന് എഴുതുക. മനസ്സിലായോ?
ഇനി ഇതേപോലത്തെ ഒരാളാണ് അടുത്തത് ഞാൻ പഠിപ്പിക്കാൻ പോണത്, ഗോസ് സെയ്തൽ മെത്തേഡ്. ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ എപ്പോഴും പറയും കുട്ടികളുടെ അടുത്ത്, ജാക്കോബി എന്ന് പറഞ്ഞ ഒരു പഴയ പേര്. അടുത്ത നമ്മൾ പഠിക്കാൻ പോണത് ഗോസ് സെയ്തൽ മെത്തേഡ്. അതാരാണ്? ഒരു പുതിയ പേര്. അപ്പോൾ ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ്. അപ്പോൾ ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഡയഗണലി ഡോമിനൻ്റ് ഫോമിൽ അറേഞ്ച് ചെയ്യണം. ഡോമിനൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് ഈക്വൽ ടു വാല്യൂ കണ്ടുപിടിച്ച് നമ്മൾ എഴുതി വെക്കണം. ഇസഡ് അല്ല XYZ. ആദ്യം പറഞ്ഞതുപോലെ തന്നെ X0 = 0, Y0 = 0, Z0 = 0. ഇതാണ് ആരെന്ന് പറയുന്നത്? 0th ഐട്രേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഈ X0 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇത് രണ്ടും മസ്റ്റാണ്. ഓക്കെ. പിന്നെ നമ്മൾ ഫസ്റ്റ് ഐട്രേഷൻ ചെയ്യാൻ പോകേണ്ടത്. ഫസ്റ്റ് ഐട്രേഷൻ ചെയ്യുമ്പോൾ നേരത്തെ എങ്ങനെയായിരുന്നു ഞാൻ ഫസ്റ്റ് ഐട്രേഷൻ ചെയ്തത്? എനിക്ക് കിട്ടിയ വാല്യൂസ്, അതായത് ഇതാണ് നോക്കേണ്ടത്. ഇനി XYZ ഇത് മൂന്നുമാണ് എനിക്ക് കിട്ടിയ ഇക്വേഷൻ. നേരത്തെ ഞാൻ ചെയ്തത് 1 ആണ് കാണാനുള്ളതെങ്കിൽ വൈക്കും ഇസഡിനും, ഇവിടുത്തെ എക്സിനും ഇസഡിനും, ഇവിടുത്തെ എക്സിനും വൈക്കും ഒക്കെ ഞാൻ എന്ത് കൊടുക്കുമായിരുന്നു? 0th ഐട്രേഷനിലെ വാല്യൂ. ഇവിടെ ഞാൻ കൊടുക്കാൻ പോണത് എക്സിനും വൈക്കും ഇസഡിനും ഒക്കെ Z0യിലെ വാല്യൂ അല്ല കൊടുക്കുന്നത്. പകരം ലേറ്റസ്റ്റ് എനിക്ക് ആ വേരിയബിളിന് ഏത് വാല്യൂ ആണോ റീച്ച് ചെയ്തത് ആ വാല്യൂ ആണ് കൊടുക്കാൻ. ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ എഴുതിയേ. നമ്മളിത് ഫസ്റ്റ് ഐട്രേഷനിൽ വേണ്ടി നമ്മൾ ആദ്യം X ആണ് കണ്ടുപിടിക്കാൻ പോണത്. അപ്പോൾ Xൻ്റെ ഇക്വേഷൻ എഴുതി വെച്ചു. എക്സിൻ്റെ ഇക്വേഷൻ എഴുതി വെച്ചപ്പോഴത്തേക്ക് എനിക്ക് അതിനകത്ത് ആരൊക്കെയാണ് ഉള്ളത്? വൈയും ഉണ്ട്, ഇസഡും ഉണ്ട്. വൈക്ക് എനിക്ക് അവസാനം കിട്ടിയ വാല്യൂ ഏതാണ്? Y0 ആണല്ലേ. അപ്പോൾ ഞാൻ അതിട്ട് കൊടുക്കും. ഇസഡിന് എനിക്ക് അവസാനം കിട്ടിയ വാല്യൂ ഏതാണ്? Z0 ആണ്. അപ്പോൾ ഞാൻ അതിട്ട് കൊടുക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇതല്ലേ ടീച്ചർ നേരത്തെയും പറഞ്ഞതെന്ന്? ആണ്. ഇനി അടുത്ത നോക്കിയപ്പോൾ ഇവിടെ ആര് കിട്ടി? X1 കിട്ടി. ഓക്കെ. ഇപ്പോൾ എനിക്ക് ആര് കിട്ടി? X1 കിട്ടി. ആ X1 ഞാൻ എടുത്ത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും? ഈ എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇനി ഇസഡിന് എനിക്ക് അവസാനം കിട്ടിയ വാല്യൂ ഏതാണ്? Z0 ആണ്. അപ്പോൾ ഞാൻ അവിടെ Z0 തന്നെ ഇട്ട് കൊടുക്കും. ഇനി അടുത്ത ഇസഡിൻ്റെ ഇക്വേഷൻ എടുക്കുമ്പോൾ ആരാ ഉള്ളത്? എക്സും ഉണ്ട്, വൈയും ഉണ്ട്. അപ്പോൾ എക്സിന് എനിക്ക് അവസാനം കിട്ടിയ വാല്യൂ ഏതാണ്? X1 ആണ്. വൈക്ക് എനിക്ക് അവസാനം കിട്ടിയ വാല്യൂ ഏതാണ്? Y1 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ എനിക്ക് X1, Y1, Z1 കിട്ടും. എഗെയിൻ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അടുത്ത വീണ്ടും ഞാൻ ഈ X = Y = എഴുതും. X = എഴുതുമ്പോൾ വൈയും Z ആണ് ഉള്ളത്. അപ്പോൾ എനിക്ക് Y1 Z1 അവസാനം കിട്ടിയതെങ്കിൽ Y1 Z1 കൊടുക്കും. Y1 Z1 കൊടുത്ത് എനിക്ക് ആര് കിട്ടി? X2 കിട്ടി. അപ്പോൾ ഞാൻ ഇവിടെ അടുത്ത് ഏത് കൊടുക്കും? X2 കൊടുക്കും. ഇസഡിന് അവസാനം കിട്ടിയത് ആരാണ്? Z1 ആണ്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് എക്സും വൈയും ആണുള്ളത്. എക്സിന് അവസാനം കിട്ടിയത് X2ഉം വൈന് അവസാനം കിട്ടിയത് Y2 ആണ്. അപ്പോൾ X3 കിട്ടും, Z2 കിട്ടും. ഇതുപോലെ ഞാൻ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപോലെ വരുമ്പോഴത്തേക്ക് ഞാൻ ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തിട്ട് കൺക്ലൂഷൻ എഴുതും. കൺക്ലൂഷൻ എങ്ങനെയാണ് എഴുതുന്നത്? ദ വാല്യൂ ഓഫ് XYZ X=Y=Z ദിസ് അപ് ടു, നിങ്ങൾ എത്ര ഡെസിമൽ പ്ലേസിലാണോ റൗണ്ട് ചെയ്തത് അത്രയും ഡെസിമൽ പ്ലേസിൽ. ക്വസ്റ്റ്യനിൽ നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 ഡെസിമൽ പ്ലേസ് വരെയൊക്കെ ചെയ്യുക. 3 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ഒരു 2 to 3 പ്ലേസ് വരെ നിങ്ങൾ റൗണ്ട് ചെയ്തിരുന്നാൽ മതി. അടുത്ത വരുന്ന സെക്ഷനാണ് കർവ് ഫിറ്റിങ്. വളരെ എളുപ്പമുള്ളൊരു സെക്ഷനാണ്. ഞാൻ പറയുന്ന കാര്യം മാത്രം നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി. Y = AX + B ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ. ഒന്നുമില്ല, ഇതിന് 2 കോൺസ്റ്റൻ്റ് ആണുള്ളത്. എക്സിൻ്റെ പവർ 1 ആണ്. ഇതാണ് അതിൻ്റെ പ്രത്യേകത. 2 കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ 2 നോർമൽ ഇക്വേഷൻ കാണും. എങ്ങനെ ഇരിക്കും നോർമൽ ഇക്വേഷൻ എഴുതാം? ആദ്യം ഈ ഇക്വേഷനിൽ നോർമലി എന്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക? സബ്മേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സബ്മേഷൻ Y = സബ്മേഷൻ A സബ്മേഷൻ X + NB. ഇതെങ്ങനെ ഞാൻ എഴുതിയത്? അതായത് വൈകളെല്ലാം കൂടെ കൂട്ടണം. അപ്പോൾ സബ്മേഷൻ Y. ഇപ്പോൾ AX1 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റിനെ പുറത്തെടുത്തിട്ട് വേരിയബിളിനെ മാത്രം സബ്മേഷൻ കൊടുക്കുക. പ്ലസ് B മാത്രം വന്നു കഴിഞ്ഞാൽ, കോൺസ്റ്റൻറ്റ് മാത്രം വന്നു കഴിഞ്ഞാൽ NB ഇട്ട് കൊടുക്കണം. ഓക്കെ. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതൊക്കെ പറയുന്നത് എളുപ്പവഴിയാണ്. അതായത് ഈ ഫുൾ മൊഡ്യൂൾ എനിക്കൊരു ഷോർട്ട് വീഡിയോ പോലെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എളുപ്പവഴി പറയുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും സെക്ഷൻ എലാബറേറ്റ് ചെയ്ത് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ആ സെക്ഷനായിട്ട് ഇട്ട് തരാം. ഇനി അടുത്ത ഈ കിട്ടിയ ഇക്വേഷനകത്ത് ഒരു X കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ സബ്മേഷൻ XY ആവും. ഇവിടെ ആവുമ്പോൾ A പുറത്തുണ്ട്, അകത്ത് X ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് ആരാവും? X² ആവും. ഇവിടെ NB ആണ്. ഇവിടെ നോക്കരുത്, ഇവിടെ BA ഉണ്ടായിരുന്നുള്ളൂ. ഈ ഇക്വേഷനിലാണ് ഞാൻ X കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്മേഷൻ അപ്ലൈ ചെയ്യാൻ പോകണം. അപ്പോൾ ഇവിടെ XY ആയി, ഇവിടെ സബ്മേഷൻ XY. ഇവിടെ AX ആയിരുന്നു, ഇവിടെ AX² ആയി. ഇവിടെ B ആയിരുന്നു, ഇവിടെ BX ആവും. അപ്പോൾ B പുറത്തെടുത്തിട്ട് സബ്മേഷൻ X. മനസ്സിലായോ? ഇനി അടുത്തത് ഈ ക്വസ്റ്റ്യനകത്ത് ആരൊക്കെയാണോ കണ്ടുപിടിക്കാനുള്ളത്, അതായത് നമ്മൾ ക്വസ്റ്റ്യനിൽ
ടേബിളിൽ ആരെയൊക്കെ തന്നിട്ടുണ്ടായിരിക്കും? എക്സും തന്നിട്ടുണ്ടായിരിക്കും, വൈയും തന്നിട്ടുണ്ടായിരിക്കും. സബ്മേഷൻ വൈ എങ്ങനെ കണ്ടുപിടിക്കും? ദൈ വൈ എല്ലാം കൂടെ കൂട്ടുമ്പോൾ സബ്മേഷൻ വൈ കിട്ടും. സബ്മേഷൻ എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ സബ്മേഷൻ എക്സ് കിട്ടും. ദെൻ എക്സ് വൈ വേണം. എക്സ് വൈയുടെ ഒരു കോളം ക്രിയേറ്റ് ചെയ്യുക, എന്ത് ചെയ്യുക? സബ്മേഷൻ ഇതെല്ലാം കൂടെ കൂട്ടുക, അപ്പോൾ സബ്മേഷൻ എക്സ് വൈ കിട്ടും. പിന്നെ എക്സ് സ്ക്വയറിൻ്റെ കോളം വേണ്ടേ? എക്സ് സ്ക്വയറിൻ്റെ ഒരു കോളം ക്രിയേറ്റ് ചെയ്യുക, അതെല്ലാം കൂടെ കൂട്ടുക, സബ്മേഷൻ എക്സ് സ്ക്വയർ കിട്ടും. ഈ വാല്യൂസ് എല്ലാം കൂടെ എടുത്ത് എന്ത് ചെയ്യുക? ഈ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുക. ഈ രണ്ട് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എന്താ, ഈ രണ്ട് ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുമ്പം എനിക്ക് എന്നിട്ട് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എക്കും ബിക്കും കൂടെ ഓരോ വാല്യൂ കിട്ടും. ആ വാല്യൂ നമ്മുടെ മെയിൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മെയിൻ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എ ഈക്വൽ ടു ബി ഈക്വൽ ടു എന്താണ് എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ മെത്തേഡ് വരുന്നത്. ഇതാ ഒരു പ്രോബ്ലം നോക്കിക്കേ. യൂസ് ദ മെത്തേഡ് ലീസ്റ്റ് സ്ക്വയർ ഫിറ്റ് ദ ഇക്വേഷൻ. എന്താ നോക്കി ക്വസ്റ്റ്യൻ തരുന്നുണ്ട്, y ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. ഇതേ ക്വസ്റ്റ്യൻ തന്നെ y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതിയേനെ? ദാ സബ്മേഷൻ y ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് മാത്രം വന്നാൽ എങ്ങനെ എഴുതണമെന്ന് പറഞ്ഞു? n ഇൻറ്റു എ എന്ന് എഴുതണമെന്ന് പറഞ്ഞു. കോൺസ്റ്റൻറ്റ് വേരിയബിൾ വന്നാൽ കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തിട്ട് എക്സിൻ്റെ സബ്മേഷൻ കൊടുക്കണം. ഇനി ഇതിനകത്ത് എന്ത് അപ്ലൈ ചെയ്തേ? എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ, അപ്പോൾ സബ്മേഷൻ എക്സ് വൈ ആയി. എ എന്ന് മാത്രമുള്ളത് എ എക്സ് ആയി, അപ്പോൾ എ പുറത്തെടുത്തിട്ട് സബ്മേഷൻ എക്സ് പ്ലസ് ഇത് ബി എക്സ് ആയിരുന്നു, അപ്പോൾ ബി എക്സ് സ്ക്വയർ എന്ന് വരും. ബി സബ്മേഷൻ എക്സ് സ്ക്വയർ എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ നോക്കി, ഈ പറഞ്ഞ കണക്ക് ഓരോ കോളവും കണ്ടുപിടിച്ചു, വാല്യൂസ് ടോട്ടൽ എടുത്തു, അത് ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇക്വേഷൻ ഈ രീതിയിലാണ് കിട്ടുന്നത്. കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്തു, എയ്ക്കും ബിക്കും വാല്യൂ കിട്ടി. ആ എയുടെയും ബിയുടെയും വാല്യൂ എടുത്ത് എന്ത് ചെയ്തു? നമ്മുടെ മെയിൻ ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്തു. ഇതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പരാബോളയാണ് വരുന്നതെങ്കിലോ, y ഈസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നാണ് വരുന്നതെങ്കിലോ, സബ്മേഷൻ അപ്ലൈ ചെയ്യുക. സബ്മേഷൻ y, ഇവിടെ 3 കോൺസ്റ്റൻ്റ് ആണുള്ളത്, അപ്പോൾ 3 ഇക്വേഷൻ വരും. സബ്മേഷൻ y ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു, സബ്മേഷൻ എക്സ് സ്ക്വയർ പ്ലസ് ബി സബ്മേഷൻ എക്സ് പ്ലസ് എൻ സി. അടുത്തത് ഈ ഇക്വേഷൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സബ്മേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ സബ്മേഷൻ എക്സ് വൈ പ്ലസ് എ സബ്മേഷൻ എക്സ് ക്യൂബ് ആവും അല്ലേ, പ്ലസ് ബി സബ്മേഷൻ എന്താവും? എക്സ് സ്ക്വയർ ആവും, പ്ലസ് സി ഉണ്ടായിരുന്ന സി എക്സ് ആയി, അപ്പം സി ഇൻറ്റു സബ്മേഷൻ എക്സ്. അടുത്ത മൂന്നാമത്തെ ഇക്വേഷനിൽ വീണ്ടും ആ കിട്ടിയ ആൻസറിനെ ഒന്നുകൂടെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ, അതായത് ഈ കിടക്കുന്നതിന് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ, എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു എ സബ്മേഷൻ എക്സ് ക്യൂബ് ആയിരുന്നു, അപ്പോൾ എന്താവും? അത് എക്സ് റൈസ് ടു 4 ആവും, പ്ലസ് ബി സബ്മേഷൻ എക്സ് സ്ക്വയർ ആയിരുന്നത് എന്താവും? എക്സ് ക്യൂബ് ആവും, പ്ലസ് സി സബ്മേഷൻ എക്സ് ആയിരുന്നത് എന്താവും? സി സബ്മേഷൻ എക്സ് സ്ക്വയർ ആവും. എന്നിട്ട് ഈ ഓരോ വാല്യൂസ്, ഇല്ലാത്ത വാല്യൂസ് എല്ലാം എന്ത് ചെയ്യുക? ടേബിൾ വരച്ച് കണ്ടുപിടിക്കുക. ഒരു പ്രോബ്ലം നോക്കാം. ഇത് നോക്കിയേ, ഈ ക്വസ്റ്റ്യനകത്ത് ഇതാ ഇവിടെ ഒരു ഇത് തന്നിട്ടുണ്ട്. ഇതും നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ y ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് പ്ലസ് സി എക്സ് സ്ക്വയർ എന്നാണ് വന്നിരുന്നെങ്കിലോ, അതനുസരിച്ച് നമ്മൾ ആ ഇക്വേഷൻ മാറ്റി കൊടുത്താൽ മതി. നോർമൽ ഇക്വേഷൻ ഏതാണെങ്കിലും 3 കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ 3 രീതിയിലായിരിക്കണം. 3 നോർമൽ ഇക്വേഷനാണ് വരുന്നത്. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? നോർമൽ ഇക്വേഷൻ. ഇനി നോക്കി, നോർമൽ ഇക്വേഷനിൽ ആരൊക്കെയാണ് വേണ്ടത്? നമുക്ക് വേണ്ടത് സബ്മേഷൻ y വേണം. ക്വസ്റ്റ്യനിൽ y തന്നിട്ടുണ്ട്. ഇതിപ്പം നിങ്ങൾ ടിയും വി ആയിട്ട് എടുക്കണ്ട. ഇതെന്താണ്? എക്സ്, ഇതെന്താണ്? വൈ. ഇത് എക്സ് സ്ക്വയർ, ഇത് എക്സ് ക്യൂബ്, ഇത് എക്സ് റൈസ് ടു 4, ഇത് എക്സ് വൈ, ഇത് എക്സ് സ്ക്വയർ വൈ. ആ രീതിയിൽ എടുത്താൽ മതി കേട്ടോ. ഞാൻ പറയാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഏത് വേണമെങ്കിലും ചോദിക്കാം, ടിയോ എയോ ബിയോ സിയോ എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ നോക്കി, നമ്മളെ ക്വസ്റ്റ്യനിൽ ഇല്ലാത്ത ആരൊക്കെയാണ്? അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട, നിങ്ങൾ ഇതേപോലെ തന്നെ വെച്ച് ഞാൻ ഈ ഇക്വേഷൻ വെച്ച് തന്നെ പറഞ്ഞുതരാം. ഫസ്റ്റ് സബ്മേഷൻ വി വേണം. അപ്പോൾ തന്നേക്കുന്ന എല്ലാ വികളും കൂടെ കൂട്ടി സബ്മേഷൻ വി എടുത്തു. പിന്നെ എനിക്ക് എന്ത് വേണം? സബ്മേഷൻ ടി സ്ക്വയർ വേണം. ദാ ടിയുടെ എല്ലാ സ്ക്വയർ ഇങ്ങോട്ട് എഴുതി അതെല്ലാം കൂട്ടി സബ്മേഷൻ ടി എടുത്തു. അടുത്ത സബ്മേഷൻ ടി വേണം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ടി എല്ലാം കൂടെ കൂട്ടി സബ്മേഷൻ ടി എടുത്തു. സബ്മേഷൻ ടി ഐ വേണം. അപ്പോൾ ടി ഐ വി ഐ വേണം. അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്താൽ ഇതാണ് ടി ഐ വി ഐ. ഞാൻ ടി വി എന്നൊരു കോളം ക്രിയേറ്റ് ചെയ്തു. ടിയും വിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ ഒരു കോളം എഴുതി. എല്ലാ ടിയും വിയും മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ എഴുതണം. കണ്ടോ? എഴുതിയിട്ട് എന്ത് ചെയ്തു? അതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ എനിക്കത് കിട്ടി. ടി ക്യൂബിൻ്റെ കോളം ക്രിയേറ്റ് ചെയ്യുക, ടി റൈസ് ടു 4ൻ്റെ കോളം ക്രിയേറ്റ് ചെയ്യുക, ടി സ്ക്വയർ വി ഐയുടെ കോളം. അപ്പോൾ ടിയുടെ സ്ക്വയറും വി ഐയും ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ടിയുടെ സ്ക്വയറും വി ഐയുടെ മൾട്ടിപ്ലൈ ചെയ്ത് ടി സ്ക്വയർ വി.
അതുപോലെ ഓരോ എലമെൻറ്റും മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് എഴുതുക. എന്നിട്ട് അതെല്ലാം കൂടെ കൂട്ടുക. കൂട്ടി കിട്ടിയ ആൻസർ എല്ലാം കൂടെ എടുത്ത് ഇവിടെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കാൽക്കുലേറ്ററിൽ A = B = C = ഇങ്ങനെ 3 വാല്യൂ കിട്ടും. അതെടുത്ത് തിരിച്ച് നമ്മളെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്ന ആ ഇക്വേഷനിൽ തന്നെ എന്ത് ചെയ്ത് കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്ന ഇക്വേഷൻ ഇതായിരുന്നു, അതിൽ തന്നെ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഓയിലർ മെത്തേഡാണ്. സ്പെല്ലിങ് നോക്കണം, EULER കേട്ടോ, ഓയിലർ മെത്തേഡ്. ഓയിലർ മെത്തേഡിൻ്റെ ഇക്വേഷൻ വരുന്നത് ഇതാണ്: yn + 1 = yn + h × f of x and yn. നമ്മളെ ക്വസ്റ്റ്യനിൽ ഒരു y ഡാഷ് കാണും. ആ y ഡാഷിനെയാണ് വിളിക്കുന്നത് f of xy എന്ന്. അതുപോലെ ക്വസ്റ്റ്യനിൽ ഒരു ഇനിഷ്യൽ കണ്ടീഷൻ തന്നേക്കും, y of x0 = y0. അതിൽ ഈ ക്വസ്റ്റ്യനിൽ നോക്കി അകത്ത് കിടക്കുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് x0. = ഇട്ട് പുറത്ത് എഴുതിയേക്കുന്ന ആളെ വിളിക്കുന്ന പേരാണെന്ത്, y0. മനസ്സിലായോ? അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിൽ x0ഉം y0ഉം കാണും. പിന്നെ ഈ എക്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, h എന്ന് പറയുന്നത്. അതായത് x0 അറിയാമെങ്കിൽ x0 ഈ ഒരു ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് കിട്ടത്തില്ലേ, x0 0 ആണ്, h എന്ന് പറയുന്നത് 0.1 ആണ് എന്നുണ്ടെങ്കിൽ x1 ആര്, 0 + 0.1 ദാറ്റ് ഈസ് 0.1. ഇനി x2 ആര്, 0.1 + 0.1 ദാറ്റ് ഈസ് ആര്, 0.2. x3 ആര്, 0.1 + 0.2 + 0.1 ദാറ്റ് ഈസ് 0.3. അങ്ങനെ പോകും. ഓക്കെ. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് y ആണ് നമ്മൾ എന്ത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പോണത്, ഈ ഓയിലറിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പോണത്. അപ്പോൾ y 90ാമത്തെ ടേം അറിയണമെങ്കിൽ y 99ാമത്തെ ടേം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഞാനിവിടെ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതി, y - y = e⁻x cos x എന്ന് എഴുതി. അതിൽ നിന്ന് y ഡാഷിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. y ഡാഷിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആരാണ്, f of x, y ആണ്. ഞാൻ ഇനി കണ്ടുപിടിക്കാൻ പോണത് x1 ആണ്. x1 എങ്ങനെ കണ്ടുപിടിക്കും, h തന്നിട്ടുണ്ട് 0.2 എന്ന്, x0 എന്ന് പറയുന്നത് 0 ആണെന്ന് കിട്ടി, y0 എന്ന് പറയുന്നത് 0 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ x0 + 0.2, x1 + 0.2, x2 + 0.2 ചെയ്ത് ഇത്രയും വാല്യൂസ് എഴുതി. ഇതിൽ ഞാനിവിടെ x5 എത്തിയപ്പോൾ നിർത്തി. കാര്യം എന്താ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0 > x < 1 ആണെന്ന്. അപ്പോൾ 1 വെച്ച് നിർത്തി. മനസ്സിലായോ? ഇനി ഈ എക്സിൻ്റെ എല്ലാം കറസ്പോണ്ടിങ് ആര് കണ്ടുപിടിക്കണം, y0 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ബാക്കി എല്ലാം കണ്ടുപിടിക്കണം. y1, y2, y3, y4 ഇതെല്ലാം കണ്ടുപിടിക്കണം. y1 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, y0 ക്വസ്റ്റ്യനിലുണ്ട്, +h ക്വസ്റ്റ്യനിലുണ്ട്, f of x0 y0. അതെങ്ങനെ കണ്ടുപിടിക്കും, നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ എല്ലാവരും തെറ്റിക്കുന്ന അവിടെയാണ്. f of x, y എന്ന് പറയുന്നത്, ഞാനിപ്പോൾ വേറൊരു എക്സാമ്പിൾ എഴുതാം, x² + y ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ f of 1, 2 ആര്, 1² + 2. കാര്യം എക്സിൻ്റെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്, 1. അപ്പോൾ ഇവിടെ x² സ്ഥാനത്ത് 1², വൈയുടെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്, 2. അപ്പോൾ +y സ്ഥാനത്ത് +2. അങ്ങനെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യനിൽ എന്താ ഉള്ളത്, f of x എന്ന് പറയുന്നത്, xy എന്ന് പറയുന്നത് e⁻x cos x + y ആണ്. അങ്ങനെയാണെങ്കിൽ f of x0 y0 ആരാവും, e⁻0 cos 0 + 0 എന്ന് വരും. അപ്പോൾ ഇവിടെ x0ഉം y0ഉം ആരാണ്, 0 ആണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുക, വൈയുടെ സ്ഥാനത്ത് ഈ ഇക്വേഷനിൽ 0 ഇട്ട് കൊടുക്കുക. എനിക്കിവിടെ y1 കിട്ടും. ആ y1 ഉപയോഗിച്ചുകൊണ്ട് y2 കണ്ടുപിടിക്കുക. x1ഉം y1ഉം ആണ് അപ്പോൾ വരുന്നത്. അപ്പം എക്സിൻ്റെ സ്ഥാനത്ത്, അതായത് e⁻x cos x-ൻ്റെ സ്ഥാനത്ത് x1ൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക, +y-യുടെ സ്ഥാനത്ത് y1ൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. ഇതുപോലെ എന്ത് ചെയ്യുക, y5 പോലെ കണ്ടുപിടിക്കുക. അത്രയേ ഉള്ളൂ. അടുത്തത് RK മെത്തേഡ്, മോഡിഫൈഡ് ഓയിലർ മെത്തേഡ് എന്നും പറയും. അതിന് 2 മെത്തേഡുണ്ട്, സെക്കൻഡ് ഓർഡറും ഉണ്ട്, ഫോർത്ത് ഓർഡറും ഉണ്ട്. സെക്കൻഡ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ഇതാണ് വരുന്നത്: yn + 1 = yn + ½ × k1 + k2. k1 എന്ന് പറയുന്നത് h × f of x and yn, k2 എന്ന് പറയുന്നത് h × f of xn + h, yn + k1. t1 അല്ല, അത് k1 ആണ് കേട്ടോ, k1. അത് നോക്കിയേ നമുക്ക്. അതുപോലെ ഫോർത്ത് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ വരുന്നത് ഇതാണ്: yn + 1 = yn + ½ 1/6 × k1 + 2k2 + 2k3 + k4. k1ൻ്റെ വാല്യൂ ഇതാണ്, k2ൻ്റെ വാല്യൂ ഇതാണ്, k4ൻ്റെ വാല്യൂ ഇതാണ്, k4ൻ്റെ വാല്യൂ ഇതാണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതാ ഇവിടെ എനിക്കൊരു y ഡാഷ് തന്നിട്ടുണ്ട്, ഇനിഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്, എക്സ് എവിടെ വരെയാണ് തന്നിട്ടുണ്ട്, എച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വൈയുടെ അകത്ത് കിടക്കുന്ന ആളാണ് ആര്, x0 എന്ന് പറയുന്നത്. വൈയുടെ പുറത്ത് കിടക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, y0 എന്ന് പറയുന്നത്. ഇനി അവർ എച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ എച്ച് വെച്ച് കൂട്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എക്സുകളെല്ലാം കിട്ടും. അത് എവിടം വരെ ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എക്സ് എത്രയാണെന്ന് അറിയാം. അപ്പോൾ ബാക്കി വാല്യൂസ് കണ്ടുപിടിക്കാനാണ് നമ്മളടുത്ത് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കി എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് ഇതിപ്പം നിങ്ങൾക്ക്
ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഫോർത്ത് ഓർഡർ ആണ്. ഞാൻ ഫോർത്ത് ഓർഡർ പറഞ്ഞുതരാം. ഫോർത്ത് ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇക്വേഷൻ വരുന്നത് ഇതാണ്. ആദ്യം ഈ ഇക്വേഷൻ എഴുതി വെക്കണം. y1 ആണ് കണ്ടുപിടിക്കാൻ പോണത്. k1 കണ്ടുപിടിക്കാൻ പോവുകയാണ്. k1 എന്ന് പറയുന്നത് ആരാണ്? h ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. അപ്പോൾ എക്സ് നോട്ടും വൈ നോട്ടും അറിയാമല്ലോ. അതുപയോഗിച്ചാണ് ഞാൻ എന്ത് കണ്ടുപിടിക്കാൻ പോണത്? ഇത് കണ്ടുപിടിക്കാൻ പോകുന്നത് k1. എച്ച് അറിയാം, എഫ് ഓഫ് എക്സിനോട് നേരത്തെ പറഞ്ഞതുപോലെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആരാണ്? വൈ ഡാഷ് ആണ്. ആ വൈ ഡാഷിൽ എവിടെയൊക്കെ ഈക്വൽ ടു ഇട്ട് എഴുതുമ്പോൾ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ എക്സ് നോട്ടിന് വാല്യൂ കൊടുക്കുക, എവിടെയൊക്കെ വൈ ഉണ്ടോ അവിടെയൊക്കെ വൈ നോട്ടിന് വാല്യൂ കൊടുക്കുക. ആൻസർ എഴുതുക. k2 എഴുതുമ്പോഴത്തേക്ക് അതനുസരിച്ച് എക്സ് നോട്ട് പ്ലസ് h ബൈ 2 നമുക്ക് കിട്ടിയ h/2 പിന്നെ y നോട്ട് പ്ലസ് നമുക്ക് കിട്ടിയ k1/2 വാല്യൂ എഴുതുക. അതുപോലെ k3 k4 കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ തന്നെ y2 കണ്ടുപിടിക്കുമ്പോഴോ y2 കണ്ടുപിടിക്കുമ്പോഴും k1ഉം k2ഉം k3ഉം k4ഉം കണ്ടുപിടിക്കണം. കാര്യം എന്താ? y2 കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ട ആരെയാണ്? പുതിയ k1ഉം k2 ആണ്. അത് പറയാനുള്ള കാര്യം എന്താ? ഇക്വേഷൻ മാറി. ഇക്വേഷൻ എങ്ങനെയാണ് k1 വരുന്നത്? മെയിൻ ഇക്വേഷൻ ഇത് തന്നെ വരും, ഒരു ചെറിയ മാറ്റേ വരത്തുള്ളൂ. എന്താണ്? y2 ഈക്വൽ ടു എന്നാവും, ഇവിടെ y1 പ്ലസ് എന്നാവും. ബാക്കി ഇത് ഇത്രയും സെയിം ആണ്. പക്ഷേ ഇവിടെ k1ൻ്റെ വാല്യൂ മാറും. h ഇൻറ്റു എഫ് ഓഫ് x1 y1 എന്ന് വരും. മനസ്സിലായ? ഇവിടെ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ആയിരുന്നെങ്കിൽ ഇവിടെ എച്ച് ഇൻറ്റു എഫ് ഓഫ് x1 y1. അപ്പോൾ x1ൻ്റെ y1ൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ x1 പ്ലസ് h/2, ഇവിടെ x1 പ്ലസ് y1 പ്ലസ് k1/2. മനസ്സിലായോ? അതനുസരിച്ച് ഇവിടെയും വാല്യൂ മാറും. ഇതുപോലെ സെക്കൻഡ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഈ രണ്ട് ഇക്വേഷനേ വരത്തുള്ളൂ. ഇത് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ആദം മൗൾട്ടൺ പ്രെഡിക്റ്റർ കറക്റ്റഡ് മെത്തേഡാണ്. ഒരു ഫോൺ നമ്പർ പഠിക്കുന്നത് പോലെ പഠിച്ചു വെക്കാനേ നിവർത്തിയുള്ളൂ. 3 ഇക്വേഷനാണ് വരുന്നത്. അതിൽ മൂന്നാമത്തെ കൂട്ടണ്ട. ഈ y* ഇട്ട് കൊടുത്തേക്കുന്നതാണ് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഇക്വേഷൻ. നമുക്ക് y4 ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതെന്താ ഞാൻ y4 എന്ന് പറഞ്ഞതെന്നറിയാവോ? നമ്മളെ ക്വസ്റ്റ്യനിൽ y1 y2 y3 വരെ തന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ആര് കണ്ടുപിടിക്കാൻ പറ്റൂ? y4 കണ്ടുപിടിക്കാൻ പറ്റൂ. അതായത് പ്രീവിയസ് ആയിട്ടുള്ള 3 ഡേറ്റ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ? ഇത് നാലാമത്തെ ആ ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച്, ആദം മൗൾട്ടൺ പ്രെഡിക്റ്റർ കറക്റ്റഡ് മെത്തേഡ് ഉപയോഗിച്ച്. അപ്പോൾ ഞാനിവിടെ y* ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. y* എന്ന് പറയുന്നത് ഞാൻ ആദ്യം ഈ 4ാമത് വരേണ്ട ആരാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യും. എന്നിട്ട് ആ പ്രെഡിക്റ്റ് ചെയ്ത ഇക്വേഷൻ വാല്യൂ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ടുള്ള വാല്യൂ എഴുതാൻ പോണത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് y4 കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ്. x = 1.4. അപ്പോൾ x = 1 തന്നിട്ടുണ്ട്, 1.1 തന്നിട്ടുണ്ട്, 1.2 തന്നിട്ടുണ്ട്, 1.3 തന്നിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള 4 ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ y4 കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് y4 കണ്ടുപിടിക്കാൻ പോകണമെന്ന് പറഞ്ഞുതരാം. ഇതാ നോക്കിയേ. ഫസ്റ്റ് എൻ്റെ ക്വസ്റ്റ്യനകത്ത് ഈ ഇക്വേഷനിൽ എന്തൊക്കെയാണ് ചോദിച്ചേക്കുന്നത്? നമുക്ക് y4 ആണ് കണ്ടുപിടിക്കാൻ പോണത്. അപ്പം y3 ചോദിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. y3 ചോദിച്ചിട്ടുണ്ട്, തന്നിട്ടുണ്ട്, ദാണ്ട് കിടക്കുന്നത്. h എന്ന് പറയുന്നത് എക്സുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ ക്വസ്റ്റ്യനിൽ തന്നെ എക്സുകൾ തന്നിട്ടുണ്ടല്ലോ. അതാ x1 1.1 1.2 1.3 ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 0.1 ആണ്. അപ്പോൾ h തന്നിട്ടുണ്ട്. ഇനി അടുത്തത് എഫ് എന്താണ്? എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് y ആണ് എഫ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എഫ് നോട്ട് എന്നാണ് എഴുതുന്നതെങ്കിൽ ആ വരുന്ന എക്സും വൈയും ആരായിരിക്കും? x0 y0 ആയിരിക്കും. f1 എന്നാണ് എഴുതുന്നതെങ്കിൽ അകത്ത് വരുന്നത് ആരായിരിക്കും? x1 y1 എന്നായിരിക്കും. അതാണ് ഈ fn എന്ന് പറയുന്നത് ഇക്വേഷൻ ആവുന്നത്. നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ y4 ആയതുകൊണ്ട് ഇതാ നോക്കിയേ, y3 പ്ലസ് h/24 ഇൻറ്റു 55 f3 മൈനസ് 59 f2 പ്ലസ് 37 f1 പ്ലസ് f0. അപ്പോൾ f3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്? എഫ് ഓഫ് x3 y3. x3യും തന്നിട്ടുണ്ട്, y3യും തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് അത് കണ്ടുപിടിക്കുക. അടുത്ത x2ഉം തന്നിട്ടുണ്ട്, y2ഉം തന്നിട്ടുണ്ട്. അപ്പോൾ f2 കണ്ടുപിടിക്കുക. x1ഉം തന്നിട്ടുണ്ട്, y1ഉം തന്നിട്ടുണ്ട്. അപ്പോൾ f1 കണ്ടുപിടിക്കുക. x0 തന്നിട്ടുണ്ട്, y0 തന്നിട്ടുണ്ട്. f0 കണ്ടുപിടിക്കുക. ഈ വാല്യൂസ് എല്ലാം ഇട്ട് കൊടുത്ത് ആര് കണ്ടുപിടിക്കുക? y3 + 1 ദാറ്റ് ഈസ് y4* കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ y*4 കണ്ടുപിടിക്കുക. എങ്ങനെ വേണമെങ്കിലും നമുക്ക് വായിക്കാം. കണ്ടുപിടിച്ചതിന് ശേഷം അടുത്ത ഇക്വേഷൻ നോക്കിയേ. മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് y4 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. നമ്മൾ കറക്റ്റ് ആക്കിയാണ്. ഇത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതേ ഉള്ളൂ. കറക്റ്റ് ആക്കാനായിട്ട് അതിനകത്തൊരു f*4 ഉണ്ട്.
കണ്ടോ F*4 അതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മളിപ്പോൾ നമ്മളെ കയ്യിൽ X4 ഉണ്ട്. കാര്യം ക്വസ്റ്റ്യൻ ഒരു വാല്യൂ ആണല്ലോ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് എക്സിൻ്റെ. അതാണ് X4 എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച Y*4 അല്ലെങ്കിൽ Y4* ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസറാണ് F4* എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ വാല്യൂ ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ബാക്കിയെല്ലാം ഞാൻ കണ്ടുപിടിച്ച വാല്യൂ ആണ്. F3 നേരത്തെ കണ്ടുപിടിച്ചു, F2 നേരത്തെ കണ്ടുപിടിച്ചു, F1 നേരത്തെ കണ്ടുപിടിച്ചു. ഇപ്പോൾ ആപ്പാട് കണ്ടുപിടിച്ച ഇതാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് അത് കണ്ടുപിടിക്കുക. ആ വാല്യൂ എടുത്ത് നമ്മുടെ മെയിൻ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുക. എന്ത് കിട്ടും? Y4 കിട്ടും. അപ്പോൾ ഇതാണ് ആദം മോൾട്ടൺ ഇക്വേഷൻ. ഇത്രയും ഇക്വേഷൻ പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ വളരെ സ്പീഡിൽ ഇത് പറഞ്ഞു പോയത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെക്ഷൻ നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.